അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5 വക്ത് നിസ്കാരം നമ്മൾ ഖളാഅക്കാതെ നിസ്കരിക്കുക, ദിക്ർ ദുആകൾ ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. ഇനി നമുക്ക് ഒരു ഹദീസ് നോക്കാം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദാസൻ ഒരു ഭക്ഷണം കഴിച്ച ശേഷം അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയോ ഒരു പാനീയം കുടിച്ച ശേഷം അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയോ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതും തൃപ്തികരവുമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കണം. നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇനി നല്ലതും ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചാൽ നമുക്ക് അത് കാരണം നമുക്ക് വേറൊരു നന്മ നമുക്ക് വന്നു ചേരും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാനാവില്ല. നാം കഴിക്കുന്ന ഓരോ ഭക്ഷണവും കുടിക്കുന്ന ഓരോ പാനീയവും അവൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ എന്ന ഒരു ചെറിയ വാക്കിലൂടെ പോലും അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ കഴിയുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. ഭക്ഷണശേഷവും പാനീയശേഷവും നന്ദിയോടെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ശീലം ജീവിതത്തിൽ വളർത്താം. അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ അൽഹംദുലില്ലാ 33 പ്രാവശ്യം പറയലും വളരെയധികം അതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞറിയിക്കാനാവില്ല. അത്രത്തോളമുണ്ട്. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആരൊക്കെ ഇന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ നിസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാ 33 പ്രാവശ്യം പറയാറുള്ളത്? അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടും ഈ 33 പ്രാവശ്യം അൽഹംദുലില്ലാ നിങ്ങൾ പറയാറുണ്ടോ? അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നതുപോലെ നമുക്ക് തന്നെ മനസ്സിലാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ ഈമാനിൻ്റെ ഭാഗമാണല്ലോ. മുത്തുനബിയെ പ്രണയിക്കലൊക്കെ ഈമാൻ പൂർണ്ണമാവാൻ ഇഷ്ക് നിർബന്ധമല്ലേ? മുത്തുനബിയോട് നമ്മൾ സ്നേഹം പുലർത്തണ്ടേ? മുത്തുനബി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫലം കിട്ടും. ചിലർക്കുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്ത കാര്യമുണ്ടോ ഇല്ലേ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. അള്ളാഹുവിലേക്കുള്ള പാലമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിലൂടെ മാത്രമേ റബ്ബിലെത്താൻ കഴിയൂ. റബ്ബിലേക്ക് അലിയാൻ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ സുന്നത്ത് മുറുകെ പിടിക്കണം. മിനിമം സുന്നത്തിനെ സ്നേഹിക്കുകയെങ്കിലും വേണം. മറ്റെല്ലാ അമലും ഗീബത്ത് കൊണ്ട് പോലും പൊളിഞ്ഞു പോകുമ്പോഴും ഒരിക്കൽ കുറയാത്ത അമൽ സ്വലാത്ത് മാത്രമാണ്. അവിടുത്തെ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. എല്ലാത്തിനും സ്വലാത്തിൻ്റെ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ചെയ്ത തെറ്റിനെ മായ്ക്കും ചെയ്യാനും പോകുന്ന തെറ്റിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനും എന്ത് പ്രശ്നത്തിനും പരിഹാരത്തിനും കൽബിൽ നൂറ് നിറയാനും ഒക്കെ സ്വലാത്ത് കാരണമാവും. സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെറുതെയും കളിയാക്കി ചൊല്ലിയാലും ഒക്കെ നമുക്ക് ഈ സ്വലാത്തിന് നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മൾ മുത്തുനബിക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്യുക. അൽഹംദുലില്ലാ സ്വലാത്ത് ചൊല്ലുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.